ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പോവുക കേട്ടോ. ഇപ്പം ചോറും കറിയൊക്കെ റെഡിയാക്കി ചേട്ടായിക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. രാവിലെ ദോശയാണ് ഉണ്ടാക്കിയത്. കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ദോശയുടെ മാവ് കുറവായിരുന്നു, അങ്ങനെയാക്കി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ചപ്പാത്തി റോളിംഗ് ഷീറ്റൊക്കെ എടുത്ത് വിരിച്ചതാണ് കേട്ടോ. വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. ചപ്പാത്തിയൊക്കെ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചപ്പാത്തിയെല്ലാം മറിച്ചങ്ങിടും കേട്ടോ. എന്നിട്ട് ഇങ്ങനെയായിരിക്കും ഞാൻ പ്ലേറ്റിലേക്ക് വെക്കുക. ഇനി മുകളിൽ നിന്ന് ഓരോന്നെടുത്ത് ചപ്പാത്തി ഉണ്ടാക്കും. മാവ് കുറേ ലൂസായിപ്പോയാൽ കുറച്ച് പാടാണ് കേട്ടോ. എൻ്റെ മാവ് ഇത്തിരി ലൂസായിട്ടുണ്ടായിരുന്നു, അതാണ് ഇതിങ്ങനെ ആയത് കേട്ടോ. ഞാനിങ്ങനെ സ്പാറ്റില കൊണ്ട് കറക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് കറക്കി വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞൊക്കെ കിട്ടും ചപ്പാത്തി കാസറോളിലേക്ക് നമ്മൾ അടുക്കിയാണല്ലോ ഇടുക. അതെടുത്ത് തിരിച്ച് ഒന്നും കൂടെ ഇട്ട് കഴിയുമ്പോഴേക്കും അടിയിൽ നിന്ന് നല്ല സോഫ്റ്റുള്ള ചപ്പാത്തി നമുക്ക് ആദ്യം മുതലേ എടുത്ത് കഴിക്കാം. ഇനി പച്ചക്കറി എടുത്ത് വെച്ചിട്ടുള്ളത് ഉച്ചയ്ക്ക് ചോറിന് വേണ്ടി സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറി ട്രേ അങ്ങനെ തന്നെ എടുത്ത് വെച്ചേക്കാണ്. തവണ പച്ചക്കറി കിട്ടിയപ്പോൾ വലിയ നീളമുള്ള മുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിലിട്ടതിന് ശേഷം പച്ചക്കറിയിലേക്ക് വിനാഗിരിയും ഉപ്പുപൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില സമയത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാറുണ്ട്. വിനാഗിരി ഇല്ലെങ്കിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. വിനാഗിരി ഇരിപ്പുണ്ടെങ്കിൽ വിനാഗിരി തന്നെ ഒഴിച്ചു കൊടുക്കും. ഇനി അരി തിളപ്പിച്ചിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒന്നുകൂടി തിളപ്പിക്കാനായിട്ട് പോവുകയാണ്. രാവിലെ തന്നെ ചോറ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മീനൊക്കെ വാങ്ങിയത് ഇരിപ്പുണ്ട്. ഇനി അതൊക്കെ എന്തെങ്കിലും ചെയ്യണം. പച്ചക്കറി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു സാമ്പാർ മസ്റ്റാണ് ഇവിടെ. ആദ്യം ഉണ്ടാക്കുന്നത് സാമ്പാറായിരിക്കും. പിന്നെ കുറച്ച് ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് തോടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ കുറേ ആയിട്ട് ചെമ്മീൻ അങ്ങ് ഫ്രൈ ചെയ്യുകയാണ് പതിവ്. മുമ്പൊക്കെ നമ്മൾ കറി വെക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ പറയും, അതുകൊണ്ട് ഫ്രൈ ചെയ്യും. എളുപ്പമാണല്ലോ. കറി വെക്കുകയാണെങ്കിൽ കുറച്ച് പണിയും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളോട് ഫ്രൈ ചെയ്യാൻ പറയുന്നത് നമുക്ക് എളുപ്പം കൂടിയായി. അങ്ങനെ അതുകൊണ്ട് നമ്മളങ്ങ് ഫ്രൈ ചെയ്യാണ് പതിവ്. കുറച്ച് ചാളയും ഇരിപ്പുണ്ട്, അതും കൂടെ അങ്ങ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ സാമ്പാറും വൻപയർ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൻപയർ തോരനും സാമ്പാറും മത്തി ഫ്രൈയും ചെമ്മീൻ ഫ്രൈയും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങ് കഴിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യത്തെ ബാച്ച് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനതിലേക്ക് ചാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞങ്ങളിവിടെ ചാള എന്നാണ് കേട്ടോ പറയുന്നത്. പലയിടത്തും മത്തി എന്ന് പറയുമെന്നറിയാം. നമ്മുടെ നാട്ടിലൊക്കെ ചാള എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിന് മത്തി വേറെ മീനാണ്.
സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ വിസിലൊക്കെ വന്നു മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ട വെണ്ടക്കായും സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പുറത്തിരിക്കുന്നത് നമ്മുടെ പനഞ്ഞിലാണ് കേട്ടോ, മീനിന്റെ പനഞ്ഞില്. നല്ല പനഞ്ഞിലുള്ള ചാളയാണ് ഇപ്പൊ കിട്ടുന്നത്. അതുകൊണ്ട് അത് ഇവിടെ ഫ്രൈ ചെയ്തെടുക്കും. അതിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അത് കളയത്തില്ല കേട്ടോ. എണ്ണ ഒഴിച്ച് കടുകൊക്കെ ഇട്ട്, കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഉലുവയും കറിവേപ്പിലയൊക്കെ ഇട്ട് പച്ചക്കറി കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചക്കറി കഷ്ണങ്ങളെന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്ക, തക്കാളി, സവാള ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറ് നേരത്തെ വാർത്തിട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് മൊരിച്ചെടുക്കുകയാണ്. ഇതോടെ കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ള പണികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. പിന്നെ വീഡിയോ കൂടി എടുത്തുകൊണ്ട് ഒരുപാട് സമയമായിട്ടുണ്ട്. 1 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. സാധാരണ ഇതിനൊക്കെ മുമ്പേ ഇവിടെ ജോലിയൊക്കെ കഴിയുന്നതാണ്. ഇത് ഇന്ന് രാവിലെ ഉണ്ടാക്കിയ വൻപയർ തോരനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.